സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രഹം. ഇവിടെയാണ് കഥ നടക്കുന്നത്. ഈ ഗ്രഹത്തിലെ ഒരു സിറ്റിയിലെ ചിഹുഹു എന്നൊരു ജീവി ഒരു പബ്ബ് നടത്തുന്നുണ്ട്. ഒരിക്കൽ ഈ പബ്ബിലേക്ക് കീപ്പർ എന്ന ലേഡി വരെയാണ്. ഇവരെ കണ്ടാൽ തന്നെ പേടിയാവും. ഞാൻ പറഞ്ഞത് നീ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ ചിഹുഹു ഒരു കുഞ്ഞു നീരാളിയെ കൊടുക്കുകയാണ്. ഇതാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് വലിയ നീരാളിയെ വേണമെന്ന് കീപ്പർ പറയുമ്പോൾ ഇനി വരുമ്പോൾ തരാമെന്ന് അവൻ പറഞ്ഞു. ഇനി വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് കീപ്പർ പോകുന്നു. എത്രയും പെട്ടെന്ന് വലിയ നീരാളിയെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് ചിഹു ആ പബ്ബിൽ ഇരിക്കുന്നവരോട് പറയുന്നുണ്ട്. ശേഷം ഈ സിറ്റിക്ക് വെളിയിലായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലം കാണുവാണ്. ഇവിടെയാണ് നമ്മുടെ കഥയിലെ നായികയായ ആർക്കി താമസിക്കുന്നത്. അവൾക്ക് മെഷീൻസിനോടും കണ്ടുപിടുത്തങ്ങളോടുമൊക്കെ വലിയ താല്പര്യമാണ്. ഇത് സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നാലും ഇവിടെ വെളിച്ചം പൊതുവെ കുറവാണ്. അപ്പോൾ ഇവളുടെ അച്ഛനായ ബ്ലിസ്റ്റർ ഇവിടെ ഒരുപാട് ചെടികൾ നട്ട് വളർത്തുന്നുണ്ട്. അച്ഛനെ സഹായിക്കാൻ ഉള്ള വെളിച്ചം ഇരട്ടിപ്പിക്കാനായിട്ട് നമ്മുടെ ആർക്കി ഒരു മെഷീൻ കണ്ടെത്തുകയാണ്. എന്നാൽ ഇവളുടെ അച്ഛനായ ബ്ലിസ്റ്റർ പുള്ളി ഒരു നീരാളിയാണ് കേട്ടോ. അയാൾക്ക് ഈ കണ്ടുപിടുത്തങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് മകളോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടുത്തെ നീരാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, റീജനറേഷനും ഹീലിങ്ങും. എന്തെങ്കിലും ഒരു സാധനം നാശമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാശമായി പോയാൽ അതിനെ തിരികെ കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ ബ്ലിസ്റ്റർ ആർക്കിയെ വിളിച്ചു വരുത്തി പുള്ളിയുടെ ഈ പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആർക്കിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുറേ നാളായി ഈ പഠനം തുടങ്ങിയിട്ട്. പക്ഷെ ആർക്കിയെ കൊണ്ട് ബ്ലിസ്റ്റർ ചെയ്യുന്ന പോലെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സമയമെടുത്ത് ഹീല് ചെയ്യിപ്പിക്കേണ്ട ചെടികളെല്ലാം ബ്ലിസ്റ്റർ ഒരു ഗുഹയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കിട്ടുന്ന സൂര്യപ്രകാശം അവിടെ വെച്ചിട്ടുള്ള മിററുകളിൽ തട്ടിത്തെറിപ്പിച്ച് ഈ ഗുഹയിൽ ഒരുപാട് വെളിച്ചമുണ്ടാക്കി. അങ്ങനെ ഈ ചെടികളെ ഹീല് ചെയ്യിപ്പിക്കുന്ന അച്ഛനോട് ആർക്കി പറഞ്ഞു, അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനൊരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. മോളെ, മെഷീനുകളൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. നിനക്കറിയാവുന്നതല്ലേ നമ്മുടെ സിറ്റിയിലുള്ള മേബി എന്ന സയന്റിസ്റ്റിന്റെ കാര്യം. അവന്റെ കാരണമാണ് ഇപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് വെളിച്ചം പോലും കിട്ടാത്തത്. ഈ മെഷീനുകളൊക്കെ അങ്ങനെയാണ്, നാശം പിടിച്ചതാണ്. മോൾ അതൊന്നും ചെയ്യരുതെന്ന് ആർക്കിയോട് ബ്ലിസ്റ്റർ പറയാണ്. പക്ഷേ അവൾ ആ മെഷീൻ കണ്ടുപിടിച്ച് അച്ഛനെ കൺവിൻസ് ചെയ്യിച്ച് അത് ഉപയോഗിക്കാമെന്ന് അങ്ങനെ വിചാരിച്ച് വെക്കുന്നുണ്ട്. ആ സമയത്ത് മേബി എന്ന ഈ സയന്റിസ്റ്റ് വീണ്ടും സൂര്യന്റെ ഊർജമെടുത്ത് എന്തോ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതായിട്ടും കാണാം. വെളിയിലിറങ്ങിയ ആർക്കിക്ക് ഒരു ക്രിസ്റ്റൽ കിട്ടുകയാണ്. ഇതുപയോഗിച്ച് അവളുടെ മെഷീൻ റെഡിയാക്കാമെന്ന് അവൾ വിചാരിക്കുന്നു. ആ സമയത്താണ് നീരാളിയെ തേടി ചിഹുഹും കൂട്ടരും ഇങ്ങോട്ട് വരുന്നത്. അവന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ കൂടിയും ബണ്ണി ഗുരു എഗ് എന്ന രണ്ടുപേരെയും കൂടെ ചിഹുഹു കൂടെ കൂട്ടുന്നുണ്ട്. ഇവരുടെ മിഷൻ സക്സസ് ആയില്ലെങ്കിൽ ഇവർ രണ്ടുപേരും കാരണമാണ് അത് നടക്കാതിരുന്നതെന്ന് ചുമ്മാ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. ബ്ലിസ്റ്റർ ആവട്ടെ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ഒരു ചെടിയെ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല. അപ്പോഴാണ് ഇവര് ഒരു എയർഷിപ്പ് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ശബ്ദം കേൾക്കുന്നത്. ആർക്കാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ അവളുടെ കണ്ടുപിടുത്തത്തിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൾ ആ ഉണ്ടാക്കിയ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ ഒരു ലൈറ്റ് സ്ഫോടനം പോലെ വരികയാണ്. എയർഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ണ് കാണാതായി പോയി കുറച്ച് നേരത്തേക്ക്. അങ്ങനെ കൺട്രോൾ തെറ്റി ഇവർ അവിടെയും ഇവിടെയും ഇടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു എനർജി സ്ഫോടനം കണ്ട് നമ്മുടെ ബ്ലിസ്റ്റർ വെളിയിൽ വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് മോള് ചെയ്തു വെച്ച എന്തോ ഒരു പണിയാണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവുന്നത്. എയർഷിപ്പ് കണ്ട ബ്ലിസ്റ്ററിന് എന്തോ പന്തികേട് തോന്നി ആർക്കിയോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടാൻ പോകുമ്പോഴാണ് ചിഹുഹു ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നീരാളിയെ കാണുന്നത്. ഇതിനെയല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ചിഹുഹുവും കൂട്ടരും അവന്റെ എയർഷിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബ്ലിസ്റ്ററിനെ ഫോളോ ചെയ്ത് പിടികൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്തേക്ക് കൺട്രോൾ തെറ്റിപ്പോയ ബണ്ണി ഗുരു എഗ് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന കൊച്ചു എയർഷിപ്പ് എവിടെയോ പോയി വീണു. ഈ ശബ്ദം കേട്ട ആർക്കി ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. അച്ഛന് പറ്റിയ അപകടമൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആർക്കിക്ക് സിറ്റിയിൽ പോകാൻ വലിയ ഇഷ്ടമാണ്. സിറ്റിയിൽ നിന്ന് വന്ന ബണ്ണി ഗുരുവിനെയും എഗ്ഗിനെയും ഇവൾ പരിചയപ്പെടുന്നുണ്ട്. ബണ്ണി ഗുരു ശ്രദ്ധിക്കുന്നത് ഇവൾക്ക് ടെന്റക്കിൾ ഉണ്ട്, അതായത് ഇവളൊരു നീരാളിയാണ്, അതുകൊണ്ട് ഇവളെ പിടിച്ചോണ്ട് പോവാം. അങ്ങനെ കുറച്ച് പൈസ ചിഹുഹുവിൻ്റെ അടുത്ത് മേടിച്ച് എഗ്ഗിൻ്റെ തോട് പൊട്ടിയിരിക്കുകയാണ്, അത് ശരിയാക്കാം എന്നൊക്കെയാണ്. അപ്പോഴാണ് ആർക്കി വന്ന് സംസാരിക്കുന്നത്. ഇവൾക്ക് അച്ഛനുണ്ട്, അച്ഛൻ വലിയ നീരാളിയാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ പിടിച്ചോണ്ട് പോകാമെന്ന് ബണ്ണിഗുരു വിചാരിക്കുകയാണ്. അപ്പോഴേക്ക് ചിഹുഹുവിൻ്റെ എയർഷിപ്പ് പോകുന്നത് കണ്ട നമ്മുടെ ആർക്കി അവിടെ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവാണ്. ബണ്ണിഗുരുവിനും എഗ്ഗിനും മനസ്സിലായി ആർക്കിയുടെ അച്ഛൻ അവർ പിടിച്ചോണ്ട് പോയതാണെന്ന്. ഇപ്പോൾ ഇവളെയും കൂടെ പിടിച്ചോണ്ട് പോയി കുറച്ച് പൈസ കൈക്കലാക്കാൻ വേണ്ടി നമ്മുടെ ബണ്ണിഗുരു പറഞ്ഞു, ഞാനും സിറ്റിയിലാണ്, നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറയാണ്. അങ്ങനെ ആർക്കി ഇവരോട് രണ്ടുപേരോടൊത്ത് നേരെ സിറ്റിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു.
ഇതേ സമയം ഈ സിറ്റിയിൽ മേബി എന്ന സയന്റിസ്റ്റ് ആവട്ടെ ഇപ്പോൾ കീപ്പർ എടുത്തുകൊണ്ട് വന്ന കുഞ്ഞു കുഞ്ഞു നീരാളികളെ കണ്ട് ഇതൊന്നും പറ്റത്തില്ല ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പുള്ളി ഒരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ട്, ഒരു DNA മെഷീൻ വെച്ച്. അപ്പോൾ റീജനറേഷനും ഹീലിംഗ് പവറും ഉള്ള നീരാളികൾ ആവശ്യമാണ് ഇവന്. അന്നേരത്താണ് ചിഹുഹു നമ്മുടെ കീപ്പറിനെ വിളിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ വലിയ നീരാളിയെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ബ്ലിസ്റ്ററിനെ കൈമാറുന്നത്. ശരിക്ക് ബ്ലിസ്റ്റർ തന്നെയാണ് ആ ഗ്രഹത്തിലെ ഏറ്റവും നല്ല റീജനറേഷൻ കപ്പാസിറ്റിയുള്ള നീരാളി. ഇവിടെ നമ്മുടെ ആർക്കിയും ബണ്ണി ഗുരുവും എഗ്ഗും കൂടി ഒരു കാട്ടിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരുന്നു എലഭൂതം വന്ന് നമ്മുടെ ആർക്കിയെയും ബണ്ണി ഗുരുവിനെയും എഗ്ഗിനെയും പേടിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആർക്കി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ഒരു മരത്തിന്റെ വായിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഈ മരത്തിനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ആർക്കി ഇപ്പോൾ സിറ്റിയിലോട്ട് പോകുമ്പോൾ അവളുടെ അച്ഛൻ അങ്ങോട്ട് വരല്ലേ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മേബിയെ ഇവള് നേരിട്ട് കാണുന്നത് പോലെയുള്ള അങ്ങനെ ഒരു വിഷനൊക്കെയാണ് ആ മരം നമ്മുടെ ആർക്കിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു വിഷൻ കണ്ടത് എന്നുള്ളതൊന്നും അവൾക്ക് അറിയത്തില്ല. അങ്ങനെ വെളിയിലെത്തിയ ആർക്കിയോട് ഈ ഒരു എലഭൂതം പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ഗ്രഹം ഇപ്പം നാശായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ആർക്കി പറഞ്ഞു, ഞങ്ങൾ കാരണമല്ല, മേബി എന്ന ആ സയന്റിസ്റ്റ്, അയാളാണ് സൂര്യനിൽ നിന്ന് ഊർജം ചോർത്തിയെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രഹം നാശാവുന്നത്, അല്ലാതെ ഞങ്ങൾ കാരണമല്ല. എൻ്റെ അച്ഛനും ആ സിറ്റിയിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ഈ എലഭൂതം അവരെ സഹായിക്കുകയാണ് സിറ്റിയിൽ എത്തിക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ബ്ലിസ്റ്ററിനെ ഇപ്പോൾ മേബി നേരിട്ട് കാണുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ബ്ലിസ്റ്റർ പറയുന്നുണ്ട്, നിനക്കൊരിക്കലും അവളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്ന്. അപ്പോൾ മേബി ആരോ ഒരാളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി. ഇപ്പൊ നമ്മുടെ ആർക്കിയും ബണ്ണി ഗുരുവും എഗ്ഗും കൂടി സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ബണ്ണി ഗുരുവിനെ എഗ്ഗിനെയും ആർക്കി കുറെ പരിചയപ്പെട്ടു. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. എഗ്ഗിന്റെ തൊണ്ട് പൊട്ടിയത് കൊണ്ട് അവനെ ശരിയാക്കാനുള്ള പൈസക്കാണ് ബണ്ണി ഗുരു ഇപ്പൊ ചിഹുഹുവിന്റെ കൂടെ കൂടിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ആർക്കി ജീവിതത്തിൽ ആദ്യമായിട്ട് ആ സിറ്റി കാണുകയാണ്. ഈ സിറ്റിയിലുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, നീരാളികളെ അവരെങ്ങനെ വേണേലും പിടിച്ച് അവരെ വിൽക്കും. അതായത് മേബി നീരാളികളെ വാങ്ങുന്ന ആളാണ്. അപ്പോൾ ആരൊക്കെ നീരാളികളെ കൊണ്ടുകൊടുത്താലും ഇവരാവശ്യപ്പെടുന്ന പൈസ മേബി കൊടുക്കുമായിരുന്നു. അപ്പോൾ നീരാളികൾ എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഈ നാട്ടുകാർ വാങ്ങും. ഇതൊന്നും അറിയാതെയാണ് ആർക്കി അങ്ങോട്ട് വരുന്നത്. ആർക്കിയാണെങ്കിൽ സയന്റിസ്റ്റ് എന്ന രീതിക്ക് നമ്മുടെ മേബിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ പിടിച്ചോണ്ട് വന്ന കൊച്ചു നീരാളിയെ വെച്ച് നമ്മുടെ മേബി ഒരു സയന്റിസ്റ്റ്, അതായത് ഒരാളുടെ ജനിതക ഘടന മാറ്റിയിട്ട് ആ ഒരു പരീക്ഷണം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ ആർക്കിയെ ആ സമയത്ത് ഈ സിറ്റിയിലുള്ള ഒരു സയാമീസ് ഇരട്ട പോലുള്ള ഒരു ജീവി കാണുന്നുണ്ട്. എന്നിട്ട് ആർക്കിയെ പിടിക്കാൻ പോവാണ്. അതായത് ഇവളുടെ ടെൻഡക്കിൾ കണ്ട് ഇവളൊരു നീരാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട്. പക്ഷെ ആർക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടി. ബണ്ണി ഗുരുവും എഗ്ഗും അന്നേരം അവളുടെ പിന്നാലെ വന്ന് അവളോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ സിറ്റിയിലുള്ളവർ നീരാളികളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനാണ്, അവർ പിടിച്ച് വിൽക്കാനായി ശ്രമിക്കും എന്ന് പറയാണ്. എന്നിട്ട് എഗ്ഗിനും ഇപ്പൊ വയ്യ തൊണ്ട് പൊട്ടിയതുകൊണ്ട്. അതുകൊണ്ട് ആർക്കിയോടും എഗ്ഗിനോടും ഒരു വശത്ത് ഒളിച്ചിരിക്കാൻ പറഞ്ഞ് ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ ബണ്ണി ഗുരു തനിച്ചു പോവാണ്. പക്ഷേ എഗ്ഗിനെ സംരക്ഷിക്കാൻ പൈസ വേണം. അതിനുവേണ്ടി ആർക്കിയെ ആരും അറിയാതെ വിൽക്കാമെന്നാണ് അവൻ വിചാരിച്ചിരുന്നതെങ്കിലും പിന്നീട് ആർക്കിയോട് ഒരു സ്നേഹം തോന്നി അവൻ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ആർക്കിയും എഗ്ഗും ആണെങ്കിൽ ബണ്ണി ഗുരുവിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചിഹുഹു ആർക്കിയെ കാണുന്നത്. ഇപ്പൊ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി ആർക്കിയെ കൂടെ കൈക്കലാക്കാൻ വേണ്ടി ചിഹുഹുവും അവന്റെ ആൾക്കാരും കൂടെ നമ്മുടെ ബണ്ണി ഗുരുവിനെ കെട്ടിയിട്ടു. എഗ്ഗിന്റെ തൊണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ തരണമെങ്കിൽ നീ ആർക്കി എനിക്ക് തരണം എന്ന് പറയുമ്പോൾ മറ്റൊരു വഴിയില്ലാതെ ബണ്ണി ഗുരു എഗ്ഗിനെ സംരക്ഷിക്കാൻ വേണ്ടി ആർക്കിയെ ചതിച്ച് അവളെ മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. പാവം ആർക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കി. പക്ഷെ ചിഹുഹുവിന്റെ ആൾക്കാര് അവളെ ഒരു സ്പേസ്ഷിപ്പ് പോലുള്ള സാധനത്തിൽ കടത്തിവിട്ട് മേബിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ബണ്ണി ഗുരുവിനും എഗ്ഗിനും ഈ ചെയ്തതിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ചിഹുഹു അങ്ങനെ കീപ്പറിനെ വിളിച്ച് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആർക്കിയെ അവിടെ എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ നമ്മുടെ മേബി ബ്ലിസ്റ്ററിനോട് പറയുന്നതിൽ നിന്ന് മേബിയുടെ മകള് മരിച്ചു പോയിട്ടുണ്ട്. ഈ മകളെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണ് ബ്ലിസ്റ്ററിന്റെ കഴിവ് ഉപയോഗിച്ച് ഈ സൂര്യന്റെ എനർജി ഉപയോഗിച്ച് ഇയാൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് എന്ന് കാണാം. ആ സമയത്താണ് കീപ്പർ ആർക്കിയെ നമ്മുടെ മേബിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആർക്കിയെ കണ്ടത് മേബി ഉടനെ പുറത്തോട്ട് വന്നു. എന്നിട്ട് അകത്തോട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മേബിയുടെ കുറച്ച് പാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേബി ശരിക്കൊരു മനുഷ്യനാണ്, എന്നാൽ ഈ ഗ്രഹത്തിൽ മനുഷ്യന്മാരില്ല. ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും എൻ്റെ മകളായ ആർക്കിയും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഭൂമി നശിച്ചു പോയപ്പോൾ മനുഷ്യകുലം വീണ്ടും തിരിച്ചുകൊണ്ട് വരാൻ റീജനറേഷൻ കപ്പാസിറ്റിയുള്ള ബ്ലിസ്റ്ററിനെ തേടി അവർ ഈ ഗ്രഹത്തിലോട്ട് വന്നതാണ്. എന്നാൽ ബ്ലിസ്റ്റർ ഇവരെ ആക്രമിച്ചപ്പോൾ ആർക്കി മരിച്ചുപോയി.
ആർക്കിയുടെ DNA വെച്ച് ബ്ലിസ്റ്ററിന്റെ കഴിവ് ഉപയോഗിച്ച് അവൻ വീണ്ടും ഒരു ആർക്കി ഉണ്ടാക്കി. ആ ആർക്കിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ആ ആർക്കിയെ നഷ്ടപ്പെട്ടു പോയി. ബ്ലിസ്റ്റർ അവളെ ഒളിച്ചു വളർത്തുകയായിരുന്നു എന്നുള്ളത് മേ ബി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിന്റെ ഈ ഒരു ടെൻഡക്കിളും കാര്യങ്ങളും ഒക്കെ മാറ്റി നിന്നെ പൂർണ്ണമായിട്ടൊരു മനുഷ്യനാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും ബ്ലിസ്റ്റർ ആണെന്നും പറഞ്ഞ് ആർക്കി അവിടെ കിടന്ന് വഴക്കായി. അത്രയും നാള് ഇവിടെയുള്ള നീരാളികളെ എന്ത് ചെയ്താലും പ്രതികരിക്കാതിരുന്ന കീപ്പർ ആ സമയം മേ ബി എതിർത്ത് ആർക്കിയെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഇത്രയും നാള് മേ ബി കൊന്നുകളയാൻ പറഞ്ഞ എല്ലാ നീരാളികളെയും ഇവള് സംരക്ഷിച്ചതായിട്ട് ആർക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മേ ബിയുടെ ഒരു പരീക്ഷണത്തിന്റെ ഫലമായിട്ടുള്ള നീരാളിയാണ് നമ്മുടെ കീപ്പർ. അങ്ങനെ ഇപ്പോൾ മേ ബി ഒറ്റയ്ക്കായി പോയി. ബ്ലിസ്റ്റർ അന്നേരം നിന്റെ മകളെ നിനക്ക് തിരിച്ചു കിട്ടത്തില്ല, നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഈ ഗ്രഹവും ഞാൻ നശിപ്പിക്കും എന്നും പറഞ്ഞ് സൂര്യന്റെ എനർജി പരമാവധി ഊറ്റിയെടുക്കാനുള്ള മെഷീൻ ഓൺ ആക്കി വെച്ച് അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ബണ്ണി ഗുരുവും എഗ്ഗും ആർക്കിയോട് ചെയ്തതോർത്ത് സങ്കടപ്പെട്ട് ഇപ്പോഴും ആ പബ്ബിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആർക്കി ആവട്ടെ മേബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയില്ല എന്നും കരുതിയിട്ട് മറ്റുള്ളവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചാണോ പോകുന്നത്? നിങ്ങളുടെ ഗ്രഹം നശിച്ചു പോയപ്പോൾ നിങ്ങൾ എത്ര സങ്കടപ്പെട്ടു, അതേപോലെ തന്നെയല്ലേ ഇവിടെയും എന്ന് പറയുമ്പോൾ മേ ബി ഇതൊന്നും കേൾക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആർക്കി അന്നേരം പറഞ്ഞു, ഈ മെഷീനാണ് നമ്മൾ ഓഫ് ചെയ്യാൻ നോക്കേണ്ടത്. എന്നിട്ട് അച്ഛനെ ആദ്യം രക്ഷപ്പെടുത്തിയിട്ട് അവൾ ഈ മെഷീൻ ഓഫ് ചെയ്യാനുള്ള പണി നോക്കുന്നു. അന്നേരത്തേക്ക് ഓടിപ്പോകുന്ന മേബിയുടെ പിന്നാലെ കീപ്പർ വരികയാണ്. അവൾ അത്രയും നാൾ സംരക്ഷിച്ചു വെച്ച എല്ലാ നീരാളികളെയും വിളിച്ചു കൂട്ടി മേബിയുടെ ജനിതക ഘടന അവർ മാറ്റി. എന്നിട്ട് ഇപ്പൊ മേബി പകുതി മനുഷ്യനും പകുതി ഒരു നീരാളിയുമാണ്. ആർക്കിയും അച്ഛനും എല്ലാവരും കൂടി സൂര്യനിൽ നിന്ന് ഈ ഒരു എനർജി വലിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ ഓഫ് ചെയ്തു. അങ്ങനെ അത്രയും നാള് ഈ ഗ്രഹം എങ്ങനെയൊക്കെ പണിയായിരുന്നോ ആ പ്രശ്നമൊക്കെ മാറി. ഈ ഗ്രഹം അതിന്റെ രീതിയിലേക്ക് മാറി. ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ എഗ്ഗിന്റെ തോട് വീണ്ടും വീണ്ടും പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞ് നമ്മുടെ ബ്ലിസ്റ്റർ എഗ്ഗിനെ പഴയതിനേക്കാൾ സുന്ദര കുട്ടപ്പനാക്കി. അവന്റെ തോട് ഇനി ഒരിക്കലും പൊട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ ബണ്ണി ഗുരുവും എഗ്ഗും നമ്മുടെ ആർക്കിയോട് നന്ദി പറയാണ്. ശേഷം അവരുടെ നാട്ടിലേക്ക് ആർക്കിയും അച്ഛനും തിരികെ വന്നു. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ മെഷീനുകളോട് മുഴുവൻ ദേഷ്യമൊന്നുമല്ല. ആർക്കി ഉണ്ടാക്കുന്ന മെഷീൻ വെച്ച് ഒരൊറ്റ തവണ ബ്ലിസ്റ്റർ അവന്റെ റീജനറേഷൻ പവർ ഉപയോഗിച്ച കുറേ സസ്യങ്ങളെല്ലാം ശരിയാക്കാൻ പറ്റും എന്ന് നമ്മുടെ ആർക്കി അച്ഛന് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളായാലും നല്ലതിനും ചീത്തതിനും ഉപയോഗിക്കാം. നമ്മൾ അതിൻ്റെ ഒരു തെറ്റായ സ്വഭാവം കണ്ട് അതിനെ ഒന്നടങ്കം അത് ചീത്തയാണെന്നുള്ളത് വിശേഷിപ്പിക്കരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2023 പുറത്തിറങ്ങിയ സ്കെയറി ഗേൾ എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഒരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ പ്രത്യേകിച്ച് ക്യാരക്ടർ ഇൻട്രോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. സ്കെയറി ഗേൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത്രയ്ക്ക് വലിയൊരു ഭയങ്കര ഒരു യുണീക്ക് പ്ലോട്ട് അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു പ്ലോട്ട് തന്നെയാണ്. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ചെറിയൊരു യുണീക്നെസ് എന്ന് വെച്ചാൽ നീരാളികൾക്ക് ഇങ്ങനൊരു പവർ ഉണ്ട് എന്ന് പറയുന്നത്. അത് സത്യമായിട്ടുള്ള പവർ ആണെന്നല്ല, ഒരു ഫാൻറ്റസി ടൈപ്പ് അങ്ങനത്തെ ഒരു മൂവിയാണ്. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ തീം അല്ലെങ്കിൽ മെസ്സേജ് അത് സൂപ്പറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സംഭവം എന്ത് കാര്യം ആയിക്കോട്ടെ അതിന് നെഗറ്റീവ് വശം ഉണ്ടായിരിക്കും, പോസിറ്റീവ് വശം ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശം കേട്ട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊന്നും മനസ്സിലാക്കാതെ അതിനെ കുറ്റം പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന് അത് നെഗറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായി സാധിക്കും. ഈ മൊബൈൽ വെച്ച് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ട് ഇതിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എല്ലാത്തിനും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവ് തേടിപ്പോയി നെഗറ്റീവിനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ മെസ്സേജ് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷസ് അറിയിക്കേണ്ട കാര്യം. അപ്പോൾ ബർത്ത്ഡേ വിഷ് അറിയിക്കുന്ന സമയത്ത് കൂട്ടുകാർ ബർത്ത് ഡേറ്റ്, അതായത് നിങ്ങളുടെ ബർത്ത്ഡേ വരുന്ന ഡേറ്റും അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരും കൂടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നെക്സ്റ്റ് വീക്കാണ് ബർത്ത്ഡേ എങ്കിൽ നിങ്ങൾ ഈ വീക്ക് തന്നെ പറയണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആ ഒരു ഡേറ്റിൽ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഷ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബർത്ത് ഡേറ്റിൻ്റെ കൂടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഹായ് വേണ്ട കൂട്ടുകാർ നിങ്ങളുടെ പേരുകൾ കമൻസ് ആയിട്ടിടുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ
വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻസ് ആയിട്ട് പറയാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് റെസ്പോണ്ട് തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി മൂവീസാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് കമൻസ് ആയിട്ട് പറയാം. അതായത് അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അങ്ങനെ ആനിമേഷൻ ആയി കഴിഞ്ഞാലും ത്രില്ലറും കോമഡി എല്ലാ ടൈപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് കാറ്റഗറി മൂവീസ് ആണെന്നുള്ളത് കൂടി കമൻസ് ആയി പറയുവാണെങ്കിൽ നമുക്ക് മൂവീസ് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.